ഇടുക്കി ഉപ്പുതോട് തങ്കമണി വില്ലേജ് മേഖലയിൽ അനധികൃത പാറ ഖനനം വ്യാപകമാകുന്നു. ഖനനം പൂർണ്ണമായി നിർത്തലാക്കണമെന്ന് ജില്ലാ ജിയോളജിസ്റ്റ് ഒക്ടോബറിൽ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ടിൽ ഇതുവരെ കളക്ടർ നടപടിയെടുത്തിട്ടില്ല. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, വിശദാംശങ്ങൾ. മാഫിയയ്ക്ക് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും ഒത്താശ ചെയ്യുന്നുവെന്ന് വെളിവാക്കുന്ന വിവരങ്ങളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. അതായത് CPM ജില്ലാ സെക്രട്ടറി സി വർഗീസും അതുപോലെ തന്നെ മകനും മരുമകനുമെതിരെ ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം CV വർഗീസിന്റെ ജന്മസ്ഥലമായ അല്ലെങ്കിൽ സി വർഗീസിന്റെ സ്ഥലമായ തങ്കമണി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ അനധികൃത പാറഖനനം നടന്നിട്ടുണ്ടെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ജില്ലാ ജിയോളജിസ്റ്റ് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിന്മേൽ യാതൊരുവിധ നടപടിയും എടുക്കാതെ ജില്ലാ ഭരണകൂടം ഇത് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായും ആ റിപ്പോർട്ടിൽ പറയുന്നത് ഉപ്പുതോട് തങ്കമണി വില്ലേജുകളിലെ പാറഖനനം പൂർണ്ണമായും നിർത്തലാക്കണമെന്നാണ് ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മേഖലയിലെ ഖനനം പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ തന്നെ ബാധിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയാണ് കളക്ടർക്ക് ഒക്ടോബർ മാസത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ യാതൊരുവിധ നടപടിയും എടുക്കാൻ ജില്ലാ കളക്ടർ തയ്യാറായില്ല. പകരം ഈ റിപ്പോർട്ട് നൽകിയ ജില്ലാ ജിയോളജിസ്റ്റിനെ സ്ഥലം മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. റിപ്പോർട്ട് നൽകിയതിന് തൊട്ടു പിന്നാലെ ഏതാനും ആഴ്ചകൾക്ക് പിന്നാലെ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ച സുനിൽകുമാർ എന്ന ജിയോളജിസ്റ്റിനെ സ്ഥലം മാറ്റുകയും ചെയ്തു. ഇത്തരത്തിൽ ഇതിന്റെ എല്ലാം ഒരു ഭരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭരണപരവുമായി അടുത്ത് ബന്ധമുള്ള ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് വെളിവാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതും ഇത്തരത്തിലുള്ള സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ CPM ജില്ലാ സെക്രട്ടറിയുടെ മരുമകൻ ഇത്തരത്തിൽ പാറ പൊട്ടിച്ച് കടത്തിയത് കൂടുതലായും പാറ പൊട്ടിച്ച് കടത്തിയിട്ടുള്ളത് ഈ തങ്കമണി വില്ലേജിൽ നിന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി പൂട്ടിപ്പോയ പാറമടകളിൽ നിന്ന് പോലും രാത്രികാലങ്ങളിൽ പാറ പൊട്ടിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ നിലവിൽ ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പാറഖനനം ഇടുക്കി ജില്ലയുടെ തങ്കമണി അതുപോലെ തന്നെ കട്ടപ്പന, ഉപ്പുതോട്, ഉപ്പുതറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വ്യാപകമായി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കൃത്യമായ നടപടി എടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോഴും കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.